പശ്ചിമേഷ്യയിലെ ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ ആക്രമണം ആരംഭിച്ചതിനു പിന്നാലെ ഇറാൻ കൈക്കൊണ്ട ഏറ്റവും ശക്തവും തന്ത്രപരവുമായ നടപടി എന്തായിരുന്നുവെന്ന് ചോദിച്ചാൽ അത് തിരിച്ചടിക്കുന്നതായിരുന്നില്ല. മറിച്ച് ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ട് ലോകത്തിന്റെ എണ്ണ വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നതായിരുന്നു. ആഗോള എണ്ണ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് അടച്ചത് യൂറോപ്യൻ മേഖലയിലും ഏഷ്യൻ രാഷ്ട്രങ്ങളിലും ഉണ്ടാക്കിയ എണ്ണ പ്രതിസന്ധി ചെറുതല്ല. ഹോർമൂസ് തുറപ്പിക്കാൻ സാമം, ദാനം, ഭേദം തുടങ്ങി എല്ലാ നയതന്ത്രങ്ങളും പയറ്റിയ അമേരിക്ക ഒടുവിൽ ദണ്ഡത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാത്തിനുമൊടുവിൽ ഹോർമൂസ് വഴി കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വിവിധ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി ഒരു ബഹുരാഷ്ട്ര സഖ്യം സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് അമേരിക്ക. ചൈനയോടും ബ്രിട്ടൻ, ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളോടും സഖ്യവുമായി സഹകരിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുകയും ചെയ്തുവെങ്കിലും ഇവരാരും ഇതിനോട് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. ബഹുരാഷ്ട്ര സഖ്യം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ആയിട്ടില്ല എങ്കിലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ പദ്ധതി മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതേസമയം ഹോർമൂസ് കടക്കാൻ ഇറാന്റെ ഭീഷണി നേരിടുന്ന എണ്ണക്കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കാനുള്ള തീരുമാനം വലിയ സംഘർഷത്തിലേക്ക് നയിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഹോർമൂസ് കടലിടുക്കിൽ വലിയ തോതിലുള്ള സൈനിക നീക്കമാണ് അമേരിക്ക പ്ലാൻ ചെയ്യുന്നത്. ഹോർമൂസിന്റെ സംരക്ഷണത്തിനായി 2500 US മറീനുകളെയാണ് അമേരിക്ക മേഖലയിൽ വിന്യസിക്കുന്നത്. അമേരിക്കയുടെ മറ്റൊരു പടക്കപ്പലായ USS ട്രിപ്പോളിയും ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഈ സൈനിക നീക്കം ഹോർമൂസിനെ സുരക്ഷിതമാക്കുന്നതിനപ്പുറം മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കുമോ എന്ന ആശങ്കയുണ്ട്. ട്രംപിന്റെ സൈനിക നീക്കം എന്ന തീരുമാനം വിനാശകരമായ ഒന്നാകുമെന്ന് വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ചൈന, ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളോട് സംയുക്ത നാവികസേനയുടെ ഭാഗമാകാനും യുദ്ധക്കപ്പലുകൾ വിട്ടുകൊടുക്കാനും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ രാജ്യങ്ങളൊന്നും ഈ സൈനിക നീക്കത്തോട് സഹകരിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള മേഖലയാണ്. ഇവിടെ നടക്കുന്ന ഏതൊരു സൈനിക നീക്കത്തെയും സൈനികമായി തന്നെ നേരിടാൻ ഇറാന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഈ ഒരു സാഹസത്തിന് മുതിരുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. മാത്രവുമല്ല, അമേരിക്കയും ഇസ്രായേലുമായും ബന്ധമില്ലാത്ത കപ്പലുകൾക്ക് വിലക്കില്ല എന്ന് ഇറാൻ തന്നെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് തങ്ങൾക്ക് പ്രശ്നമില്ല എന്ന വിലയിരുത്തലും വിദേശ രാഷ്ട്രങ്ങൾക്കുണ്ട്. അതും ഇവരെ സംയുക്ത സൈനിക നീക്കത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചേക്കും. എന്താണ് ഹോർമൂസ് കടലിടുക്കിൽ സംയുക്ത സൈനിക നീക്കം നടത്തിയാൽ സംഭവിക്കാനിരിക്കുന്നത്? അതറിയണമെങ്കിൽ ഹോർമൂസിന്റെ ഭൂമിശാസ്ത്രം അറിയണം. ഹോർമൂസിന്റെ വീതി കുറവാണ് ഒരു പ്രധാന ഘടകം. യുദ്ധക്കപ്പലുകൾ വന്നാലും തീരത്ത് നിന്ന് തന്നെയുള്ള ആക്രമണങ്ങൾ നേരിടുമ്പോൾ കപ്പലുകൾക്ക് പ്രതിരോധിക്കാൻ ആവശ്യമായ സമയം ലഭിക്കില്ല എന്നതാണ് US പ്രതിരോധ നയരൂപീകരണ വിദഗ്ധ റോസ്മേരി കെലാനിക് നൽകുന്ന മുന്നറിയിപ്പ്. മാത്രമല്ല, കടലിടുക്കിന്റെ വടക്കൻ മേഖലകളിൽ ഇറാന് വ്യക്തമായ മേൽക്കൈയുണ്ട്. ചെറിയൊരു മേഖലയിൽ ഒമാനാണ് നിയന്ത്രണം. വടക്കൻ മേഖലകളിലെ മേൽക്കൈ ശക്തമായ ആക്രമണത്തിന് ഇറാനെ പ്രേരിപ്പിക്കും. ഏത് നിമിഷവും ഡ്രോണുകൾ മുതൽ മിസൈലുകൾ വരെ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ഇറാന് സാധിക്കുമെന്നാണ് കെലാനിക് മുന്നറിയിപ്പ് നൽകുന്നത്. ഈ ആക്രമണത്തെ ചെറുക്കാൻ ഒരുപക്ഷെ യുദ്ധക്കപ്പലുകൾക്ക് ഹോർമൂസിന്റെ വീതി കുറഞ്ഞ ഭൂമിശാസ്ത്രം തടസ്സമാകും. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഈ നീക്കം അപകടകരമെന്നാണ് കെലാനിക് പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയ്ക്കായി അമേരിക്കയ്ക്കൊപ്പം മറ്റു രാജ്യങ്ങൾ അണിനിരക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ജർമ്മനി ആദ്യമേ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സഖ്യത്തിന്റെ ഭാഗമാകാനില്ല എന്ന് ജർമ്മനി തുറന്നടിച്ചു. യുദ്ധം ശമിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം ഒരു ദൗത്യത്തിൽ പങ്കുചേരുന്നതിനെ കുറിച്ച് ആലോചിക്കൂവെന്ന് ഫ്രാൻസും വ്യക്തമാക്കി. ചൈന ഈ നീക്കത്തിൽ സഹകരിക്കുമെന്നാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ പ്രതികരണം ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ട്രംപുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ തീരുമാനമായി ഒരു നിലപാടും സ്റ്റാർമറും അറിയിച്ചിട്ടില്ല. അതിനെല്ലാം പുറമെ ഇക്കാര്യത്തിൽ ഇറാൻ ഇപ്പോൾ സ്വീകരിച്ച ഒരു നിലപാടും സംയുക്ത സേനാ നീക്കത്തിൽ നിന്ന് ഈ രാജ്യങ്ങളെ പിന്തിരിപ്പിക്കുന്നുണ്ട്. USഉം ഇസ്രായേലുമായി ബന്ധമില്ലാത്ത കപ്പലുകൾക്ക് ഹോർമൂസ് വഴി കടന്നു പോകാമെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും ഇക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. സുരക്ഷാ ആശങ്ക മൂലം പല ഷിപ്പിംഗ് കമ്പനികളും ഹോർമൂസ് ഒഴിവാക്കിയ സാഹചര്യത്തിൽ അരാക്ചിയുടെ പ്രസ്താവനയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്ന് മറ്റ് രാജ്യങ്ങൾക്ക് അനുകൂലമായ നിലപാട് വന്നതോടെ US നീക്കങ്ങളിൽ പങ്കാളിയാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് വിലയിരുത്തുന്നത്. ലോകത്തെയാകെ ക്രൂഡ് ഓയിൽ നീക്കത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് മാർച്ച് ആദ്യം മുതൽ അടഞ്ഞുകിടക്കുകയാണ്. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമൂസ് ജലപാത ഇറാൻ ഭാഗികമായി തടസ്സപ്പെടുത്തിയതോടെ ആഗോള ഇന്ധന പ്രതിസന്ധി രൂക്ഷമായി. മാത്രമല്ല, വിലക്ക് മറികടന്ന്
കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണവും നടത്തി. യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസിന്റെ കണക്കുകൾ പ്രകാരം ഫെബ്രുവരി 28-ന് സംഘർഷം ആരംഭിച്ചതു മുതൽ പേർഷ്യൻ ഗൾഫ്, ഹോർമൂസ് കടലിടുക്ക്, ഒമാൻ ഗൾഫ് എന്നിവിടങ്ങളിലായി 17 കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായിട്ടുണ്ട്. ഇന്ധന പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് അമേരിക്ക സൈനിക നീക്കത്തിന് മുതിർന്നത്. പക്ഷേ പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ ഹോർമൂസിലുണ്ടായ സംഘർഷങ്ങളുടെയും കപ്പൽ ആക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ US സൈന്യത്തിന്റെ ഇടപെടൽ മേഖലയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹോർമൂസ് അടഞ്ഞുകിടക്കുന്നത് ലോകത്താകെ എണ്ണവില ഉയരാൻ ഇടയാക്കുകയും പാചകവാതക പ്രതിസന്ധി രൂക്ഷമാക്കുകയും ചെയ്തിരിക്കുകയാണ്. സംയുക്ത സൈനിക നീക്കത്തിനായി അമേരിക്ക ശ്രമം ആരംഭിക്കുന്നതിനിടെ ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ പിടിമുറുക്കുകയും ചെയ്തു. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്നത് അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കി ഇറാൻ ഹോർമൂസ് അടച്ചിട്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വഷളാകാൻ കാരണം അമേരിക്കയുടെ സാന്നിധ്യമാണ് എന്നും മേഖലയിൽ നിന്ന് US സേന പിന്മാറാതെ സുരക്ഷ ഉറപ്പാക്കാനാകില്ല എന്നുമാണ് ഇറാനിലെ മുതിർന്ന നേതാവ് മൊഹ്സിൻ റസായി വ്യക്തമാക്കിയത്. അതിനാൽ പേർഷ്യൻ ഗൾഫിലെ US ഇടപെടൽ അവസാനിപ്പിക്കണമെന്നും ഹോർമൂസിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാനും ഒമാനും അടക്കമുള്ള പ്രാദേശിക രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ഭീകരാക്രമണങ്ങൾ മൂലം ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് പൂർണ്ണമായും നഷ്ടപരിഹാരം നൽകാതെ ഒത്തുതീർപ്പിന് സാധ്യതയില്ല എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ സാങ്കേതിക മേധാവിത്വത്തെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കാൻ സാധിച്ചു എന്നാണ് ഇറാന്റെ അവകാശവാദം. ഇറാന്റെ സൈനിക ശക്തിയെ 100% തകർത്തു എന്ന് അവകാശപ്പെടുന്നവർ ആദ്യം എണ്ണ ടാങ്കറുകൾക്ക് അകമ്പടി നൽകുകയും പിറകെ വിദേശ രാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകൾ അയക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് എന്തിനാണ് എന്നാണ് IRGC നാവിക മേധാവി അലി റസ തൻസീരി ചോദിച്ചത്. ഹോർമൂസ് അടച്ചതോടെ ഉണ്ടായ എണ്ണവില കുറയ്ക്കാൻ അമേരിക്ക സ്വന്തം തന്ത്രപ്രധാന കരുതൽ ശേഖരത്തിൽ നിന്ന് എണ്ണ വിപണിയിൽ ഇറക്കിയത് അവരുടെ സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ തെളിവായി ഇറാൻ വ്യാഖ്യാനിക്കുന്നു. അതിനിടെ ഇന്ത്യക്ക് ഇറാൻ വഴി എണ്ണ ടാങ്കറുകൾ കൊണ്ടുപോകാൻ ഇറാൻ അനുവാദം നൽകിയത് ഇന്ത്യക്ക് വലിയ ആശ്വാസവുമാണ്.